ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രീം ജേണി മീഡിയ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരു അടിപൊളി റവ ദോശ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മളിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് റവയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് അതേ അളവിൽ തന്നെ അരിപ്പൊടി, അപ്പത്തിന്റെ പൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിന്റെ പൊടി എടുക്കുക, പുട്ടുപൊടി എടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ചതച്ച് വെച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് വേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് റവ ദോശ തയ്യാറാക്കാനുള്ള മിക്സിനായിട്ട് ആവശ്യമായി വരുന്നത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഇവിടെ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ റവ ഈ വെള്ളമെല്ലാം അബ്സോർവ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് മാറും. അതിനുശേഷം നമുക്ക് റവ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മിക്സ് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവ ആ വെള്ളമൊക്കെ അബ്സോർവ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മോരും വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ റവ ദോശയ്ക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈ ഒരു പാകം റവ ദോശ നമ്മൾ കയ്യിൽ പരത്തിയല്ല ചുട്ടെടുക്കുന്നത്. ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് മിശ്രിതം എടുത്തിട്ട് ചൂടായ തവയിലേക്ക് കോരി ഒഴിച്ചാണ് നമ്മൾ റവ ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു തവ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം റവ ദോശ ചുട്ടെടുക്കും. ചൂടായ തവയിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ തവയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കുക. റവ ദോശ ഇതേപോലെ ഒരു നെറ്റ് പോലെയാണ് ഇരിക്കുന്നത്. ഫില്ലാകാത്ത ഭാഗങ്ങളിലെല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു 7-8 മിനിറ്റ് ഇതിൻ്റെ കുക്കിങ്ങിനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. നമ്മുടെ റവ ദോശ
നല്ല ക്രിസ്പി ആയിട്ട് അരിക ഉണ്ടാകുന്നത്. ഇത് നമുക്ക് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ആകുമ്പോഴത്തേനും തന്നെ പകുതിയായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. റവ ദോശ എപ്പോഴും നമ്മൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ റവ ദോശ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മറിച്ചിടാം. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മളുടെ റവ ദോശ. നമുക്ക് എല്ലാ ദോശയും ഇതേപോലെ ചുട്ടെടുക്കാം. നമ്മുടെ അവസാനത്തെ റവ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. ഇതിൻ്റെ മുകളിലും നമുക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റവ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അവസാനത്തെ റവ ദോശയും നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്യാം. ഞാനിവിടെ തേങ്ങാ ചട്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്ററിന് കൊടുക്കാം. സ്റ്റാൻലി, ടേസ്റ്റ് ചെയ്യടാ. നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. സംഭവം ഫസ്റ്റ് ടൈം ആണ് ഗൈസ്, ഞാൻ ടേസ്റ്റ് തന്നെയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. തേങ്ങാ ചട്നിയാണ് ഇതിന്റെ ബെസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടും കൂടി. പെപ്പർ ക്രഷ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു സ്പൈസി ഫ്ലേവർ നല്ല എടുത്ത് കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രീം ജേണി. താങ്ക് യു.